Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഞാൻ പറയാം prayer. Okay. ചിഹ്നശാലിയായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. ഫോർത്ത് ഞാനാണ്. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. APJ അബ്ദുൽ കലാം. മാം സൈൻ ഇൻ ഞാനാണ് പ്രത്യക്ഷ. മാം എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല. അവിടുത്തെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ മാം പറയുന്നേ? ഹലോ മാം. ഇല്ല, കേൾക്കുന്നു. ഇല്ല, കേൾക്കത്തില്ല. മാം സ്റ്റാർട്ട് ചെയ്യണോ ഇപ്പം സൈൻ ഇൻ? വെയിറ്റ് ചെയ്തോളൂ, അത് മാം ശരിയാക്കാൻ പോയിന്നാ തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. Hello. ഹലോ. ആ മാം കേൾക്കാം കേൾക്കാം. Today, first of all, good morning, Malrose ma'am, and good afternoon, Malrose ma'am, and good afternoon, all my dear friends. Today, our class starts with a song. എപ്പോഴും പോലെ തന്നെ ആക്ഷൻ സോങ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ആക്ഷൻ സോങ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സേ യെസ് ഓർ നോ? ഓക്കെ മാം, ഞാൻ ക്യാമറ ഓൺ ചെയ്യുവാണേ. കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. കൂടെ എല്ലാവരും ചെയ്യാൻ, ഞാൻ ആദ്യമായിട്ട് കാണിക്കണം, അപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Put your hands up just like this. Thumbs come, give a kiss. Curl your fingers 1, 2, 3. Look a heart for you and me. Look a heart for you and me. ഒന്നുകൂടെ ചെയ്യാം. Once more. Put your hands up just like this. Thumbs come close to give a kiss. Curl your fingers 1, 2, 3. Look a heart for you and me. Look a heart for you and me. Thank you all. Thank you, ma'am. Okay. നന്നായിരുന്നു അല്ലേ? നന്നായിരുന്നു കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇപ്പോ നമ്മള് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മാം, ഞാൻ കുറെ നാളുകൊണ്ട് ക്ലാസ്സിൽ കയറാറുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരു പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ജോലി എന്ന് കുറച്ച് റിസൈൻ ചെയ്തു. കാര്യം റീസൺ മോള് 10th-ലാണ്. പിന്നെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോ ലൈവ് ക്ലാസ്സിന് കയറാൻ പറ്റുന്നത്. ഒരു 12th വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു, അവർക്ക് ആളെ കിട്ടുന്നത് വരെ. ഇപ്പം സർവേ ഒന്നും അല്ല, സെമിനാർ ഒന്നും ഞാൻ കണ്ടക്ട് അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല. അപ്പം പുറകെ ഞാൻ ചെയ്തോളാം. ഓക്കെ മാം. Okay, ma'am, start.
ആ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ആരാണ് സെക്കൻഡ് ഗ്രൂപ്പില് മുഹ്സിന, സൽമ, മുഫീദ, ഫാത്തിമ, സ്നേഹ 5 പേരാണ്. അതില് സൽമയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് അവര് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരുടെ ടോപ്പിക്കും കൂടെ ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്തോളൂ. യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്നതായിരുന്നു ഗ്രൂപ്പ് 2ന്റെ ടോപ്പിക്. ഇതിന്റെയൊക്കെ പ്രോസസ്സും കോൺസിക്വൻസും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതില് എൻവയോൺമെന്റൽ പൊല്യൂഷന് ഞാൻ തന്നെ പറയാം, മുസ്ന. പിന്നെ ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് പറയാൻ മുഫീദയും, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമയും, എയർ പൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടും ഫാത്തിമയും, ഓവറോൾ പറയാൻ വേണ്ടിയിട്ട് സ്നേഹയും ഈ സെമിനാറിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഈ സെമിനാറിലേക്ക് സ്വാഗതം. അതിൽ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഞാൻ തന്നെ പറഞ്ഞോളാം, സെമ വരാത്ത. പൊല്യൂഷൻ ഈസ് ആൻ undesirable change in the physical, chemical or biological characteristics. എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ആവശ്യമില്ലാത്ത ഒരു ചേഞ്ചിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. Of our air, land and water will harmfully affect the human life and the desirable species, or that may waste or deteriorate our raw material resource. എയറിന്റെയും ലാൻഡിന്റെയും വാട്ടറിന്റെയും ഇതിന്റെയൊക്കെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിനെ ബാധിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ലൈഫിനെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നു. എൻവയോൺമെന്റ് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസിനെയാണ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. 2 ഗ്രൂപ്പുകളായിട്ടാണ് പൊല്യൂട്ടന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ആൻഡ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ്. നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ദി പൊല്യൂട്ടന്റ് വിച്ച് cannot be decomposed are called നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ്. ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പൊല്യൂട്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. Once they fall in an environment, they remain as such continuous as of this substance leads to their accumulation in the environment and in the organism through biochemical cycle and food chain. This accumulation of pollution in the organism is called chemical magnification. അത് എൻവയോൺമെന്റിൽ ഒരിക്കൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ നിലനിൽക്കും. അതിന് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ആണ്. ഇപ്പൊ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഡിഗ്രേഡ് ചെയ്യപ്പെടും, പക്ഷെ പ്ലാസ്റ്റിക് ഒന്നും ഡിഗ്രേഡ് ആവത്തില്ല. നമ്മുടെ എൻവയോൺമെന്റിൽ കൂട്ടിയിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ഓരോ ഓർഗാനിസത്തെയും അത് എത്തിക്കുന്നു. ബയോജിയോ കെമിക്കൽ സൈക്കിൾ വഴി പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു, അനിമൽസിൽ എത്തുന്നു, ആൻഡ് ഫുഡ് ചെയിൻ വഴി പാസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് DDT, മെർക്കുറി സാൾട്സ്, അലുമിനിയം കാൻസ് എക്സെട്ര. പിന്നെ ബയോഡിഗ്രേഡബിൾ പൊല്യൂഷൻ. ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പൊല്യൂട്ടന്റിനെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. The pollutant which can be decomposed by control progress are called biodegradable pollution. Natural process വഴി ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പൊല്യൂട്ടന്റിനെയാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സീവേജ്, ഹീറ്റ്, നോയ്സ് എക്സെട്ര. On the basis of physical properties, pollutant are classified into 4 categories. Physical properties ബേസിസിനെ 4 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോളിഡ് പൊല്യൂട്ടന്റ്, ലിക്വിഡ് പൊല്യൂട്ടന്റ്, ഗ്യാഷ്യസ് പൊല്യൂട്ടന്റ് ആൻഡ് പൊല്യൂട്ടന്റ് വിത്തൗട്ട് വെയിറ്റ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ എയർ പൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ട് ഫാത്തിമയെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Today, I want to discuss a serious subject that affects us all: air pollution. Air pollution is the presence of harmful substance in the atmosphere as a result of vehicle emissions, industrial smoke, fossil fuel combustion, and everyday waste.
These pollutants not only hurt the environment, but they also have an effect on human health. It causes acid rain, which harms the ecosystem and can lead to a variety of health conditions such as asthma, lungs disease, and even cardiac difficulties. Each breath we take contain pollutions air. Simple actions such as public transportation, um, energy conservation, waste reductions, and tree planting can all help to minimize air pollution. It is important to protect the air since it direct affect our health and the future of our planet. Let us all work together to make the planet a cleaner, healthier place by reducing air pollution levels. വായുമലിനീകരണം എന്ന് പറയുന്ന വാഹനങ്ങളിൽ നിന്നുള്ള പുക, വ്യവസായിക പുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉദ്ഭവനം, ദൈനംദിന മാലിന്യങ്ങൾ എന്നിവയുടെ ഫലമായി അന്തരീക്ഷത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ സാന്നിധ്യമാണ് വായുമലിനീകരണം. വായുമലിനീകരണങ്ങൾ പരിസ്ഥിതിയെ മാത്രമല്ല മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ഇത് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നു. ഇത് ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ പോലുള്ള വിവിധ ആരോഗ്യ അവസ്ഥകൾക്കും കാരണമാകും. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും മലിനമായ വായു അടങ്ങിയിരിക്കുന്നു. ഗതാഗതം, ഊർജ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, വൃക്ഷത്തെ നടൽ തുടങ്ങിയ ലളിതമായ പ്രവർത്തനങ്ങൾ വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. വായു സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്, കാരണം അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഭൂമിയുടെ ഭാവിയെയും നേരിട്ട് ബാധിക്കുന്നു. വായു മലിനീകരണ തോത് കുറച്ചുകൊണ്ട് ഭൂമിയെ വൃത്തിയുള്ളതും ആരോഗ്യവുമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. താങ്ക് യു. ലാൻഡ് പൊല്യൂഷൻ പറയാൻ വേണ്ടി മുഫീദയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് കിട്ടിയ ടോപ്പിക് ലാൻഡ് പൊല്യൂഷൻ ആണ്. Land pollution is the contamination of land and soil by waste material has severe consequences for the environment and human health. It can lead to soil degradation, water contamination, and contribute to climate change. Additionally, it poses risk to human health through direct exposure to toxin and the contamination of food and water sources. Land pollution എന്ന് പറഞ്ഞാല് മണ്ണിനെയും ഭൂഗർഭജലത്തെയും മലിനമാക്കുന്നതും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുമുള്ള സാഹചര്യങ്ങൾക്കും ശല്യങ്ങൾക്കും കാരണമാകുന്നതുമായ രീതിയിൽ ഖരമാലിന്യങ്ങൾ അല്ലെങ്കിൽ ദ്രാവക മാലിന്യങ്ങൾ കരയിലോ ഭൂഗർഭജലത്തിലോ നിക്ഷേപിക്കുന്നതാണ് ഭൂമി മലിനീകരണം. അതായത് നമുക്ക് നമ്മുടെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിട്ട് വരുന്ന തരത്തില് നമ്മുടെ ഭൂമിയില് ഖരമാലിന്യങ്ങൾ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള മറ്റു മാലിന്യങ്ങൾ നമ്മൾ തന്നെ നിക്ഷേപിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ഭൂമി മലിനീകരണം. ഈ ഭൂമലിനീകരണത്തിന്റെ രണ്ട് ഇമ്പാക്ട്സ് ഉണ്ട്, എൻവയോൺമെന്റ് ഇമ്പാക്ട്സും ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്ട്സും. അതായത് പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുന്നതും നമ്മുടെ ഹെൽത്തിന് ബാധിക്കുന്നതുമായിട്ട് രണ്ട് തരത്തിൽ ഇമ്പാക്ട്സ് ഉണ്ട്. അതിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട്സ് പറയാം. സോയിൽ ഡീഗ്രഡേഷൻ. ലാൻഡ് പൊല്യൂഷൻ റെഡ്യൂസസ് സോയിൽ ഫെർട്ടിലിറ്റി, alerts its structure and disrupt its ability to support plants life. അതായത് മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. നമ്മൾ മണ്ണിലല്ല നിക്ഷേപിക്കുന്നത് ഈ വേസ്റ്റ്. അപ്പൊ മണ്ണിന്റെ ആ ഒരു വളക്കൂറ് നഷ്ടപ്പെട്ട് അത് ചെടികളുടെ വളർച്ചയ്ക്ക് ദോഷകരമായി ബാധിക്കും. സെക്കൻഡ്, വാട്ടർ കണ്ടാമിനേഷൻ. പൊല്യൂട്ടൻസ് ക്യാൻ സീപ്പ് ഇൻ ടു ഗ്രൗണ്ട് water and surface water, contaminating drinking water sources and harming aquatic ecosystem. അതായത് നമ്മൾ ഈ മാലിന്യങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ നമുക്കും കുടിവെള്ളം ഉപയോഗിക്കുന്ന നമുക്കും, അത് മാത്രമല്ല ഈ വെള്ളത്തിന്റെ ആ ഒരു വാട്ടറിൽ നിൽക്കുന്ന, അതായത് ഈ കുളങ്ങൾ, പുഴകൾ, അവിടെയുള്ളൊരു അക്വാറ്റിക് എക്കോസിസ്റ്റം തന്നെ ഇത് മൂലം നഷ്ടപ്പെടും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ. ലാൻഡ്ഫിൽസ്
and other sources of land pollution release greenhouse gases like methane, contributing to global warming. അതായത് നമ്മ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ തന്നെ മലിനമാക്കിയിട്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്ക് പലതരം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ്, increased risk of wildfires. അതായത് ഡ്രൈ പൊല്യൂട്ടഡ് ഏരിയാസ് ആർ മോർ സസ്പെക്റ്റബിൾ ടു വൈൽഡ് ഫയർ, ഫർദർ ഡാമേജിങ് എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റം ഡാമേജ് ആയതുകൊണ്ട് തന്നെ അത് വൈൽഡ് ഫയർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സിൽ വരുന്നത്. അടുത്തത് ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്ട്സ്. നമുക്ക് ഹ്യൂമൻസിന് വരുന്ന ഹെൽത്തിൽ വരുന്ന ഇമ്പാക്ട്സ്. ഡയറക്റ്റ് എക്സ്പോഷർ. People can exposed to harmful chemicals through skin contact, inhalation or injection of contamination of soil and water. Next, food chain contamination. Polluted can enter the food chain through contaminated plants and animals, affecting human health through food consumption. അതായത് ഈ പൊല്യൂഷൻ നിന്ന് ഉണ്ടാകുന്ന പ്ലാന്റ്സിൽ നിന്ന് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അത് കഴിക്കുന്നതിലൂടെ നമുക്കും അതുമൂലം ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് മൂലം ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാവും. Increase risk of diseases. Land pollution is linked to range of health problems including respiratory illness, skin diseases, cancer and birth defects. അതായത് ഈ ലാൻഡ് പൊല്യൂഷൻ മൂലം ഉണ്ടായ നമുക്ക് തന്നെ പിന്നെ കൂടുതൽ സ്കിൻ ഡിസീസസും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. Impact on children. Children are particularly vulnerable to effect of land pollution with a potential impact on cognitive development and overall health. ഇത്രയാണ് ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാവുന്ന ആ ഒരു ഇമ്പാക്ട്സ്. ലാൻഡ് പൊല്യൂഷൻ മൂലം ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാവുന്ന ഇമ്പാക്ട്സ്. To effectively stop land pollution, a combination of individual actions and systematic changes is needed. The core principle is reduce, reuse and recycle. അതായത് ഈ ലാൻഡ് പൊല്യൂഷൻ നമ്മൾ വിചാരിച്ചാലേ നമുക്ക് കുറക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് മിന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റ് സൂക്ഷിച്ചു വെച്ച് റീസൈക്കിൾ ചെയ്യുക. ഇതിന് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് വേസ്റ്റ്. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അതിന്റെ യൂസേജ് റെഡ്യൂസ് ചെയ്യുക. പിന്നെ റീയൂസ് ആൻഡ് റീസൈക്കിൾ പറഞ്ഞ പോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് സൂക്ഷിച്ചു വെച്ച് അത് റീസൈക്കിൾ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ഉപയോഗിക്കാം. സിസ്റ്റമാറ്റിക് ചേഞ്ചസിൽ വരുന്നത് ഇംപ്രൂവ് വേസ്റ്റ് മാനേജ്മെന്റ്. Implement efficient waste collection and disposal system including recycling programs and hazardous waste management. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹരിതസേന വന്ന് നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്ത് പോകുന്നില്ലേ, അതൊരു ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതുകൊണ്ട് എത്രയോ നമ്മുടെ ഇവിടെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരുവിധ ആൾക്കാരൊക്കെ പണ്ടൊക്കെ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടായിരുന്നു കളഞ്ഞിരുന്നത്. ഇപ്പൊ അവരത് ശേഖരിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എത്രത്തോളം കുറക്കാന്നുള്ളതും പഠിച്ചു. അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശേഖരിച്ച് വെച്ച് അവർ വരുമ്പോ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ കൊടുക്കാനും നമ്മൾ ഒരുവിധം ഇപ്പൊ അത് ശീലിച്ചു വരുന്നില്ലേ, അപ്പൊ അതുപോലെ ചെയ്യാം. പിന്നെ പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. എൻകറേജ് ഫാമേഴ്സ് ടു യൂസ് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് ആൻഡ് അഡോപ്റ്റ് ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് ദ സോയിൽ കൺസർവേറ്റീവ് പ്രാക്ടീസസ്. അതായത് കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറക്കുക. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ട് പരമാവധി മണ്ണില് കൃഷി ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് ഇമൻഷൻ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. നമ്മുടെ ലാൻഡിനും വാട്ടറിനും അധികം എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ നടത്തുക. പ്രൊമോട്ട് പബ്ലിക് അവയർനെസ്. അതായത് നമ്മുടെ പബ്ലിക്കിന് ഈ ഒരു ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് ഒരു അവയർനെസ് നടത്തിക്കൊടുത്ത് അതെങ്ങനെയെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ കുറച്ച് കൊണ്ടുവരാന്നുള്ള ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് അവരെ ബോധവൽക്കരിക്കുക. ഓക്കെ മാഡം, ഇത്രയും ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഫാത്തിമ. പരിസ്ഥിതി മലിനീകരണം എന്താണ്? പരിസ്ഥിതി മലിനീകരണം എന്നാണ് ക്വസ്റ്റ്യൻ.
വായുവിനെയും വെള്ളത്തിനെയും ഭൂമിയിൽ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് പരിസ്ഥിതി മലിനീകരണം. എന്താണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? കൂടി വരുന്ന വാഹനങ്ങളുടെ ഉപയോഗം, അതുപോലെ വർദ്ധിച്ചു വരുന്ന ഇൻഡസ്ട്രീസ്, പിന്നെ ഫാക്ടറികളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന കെമിക്കലായിട്ടുള്ള പുകകൾ, അതുപോലെ കൂടുതലായിട്ട് വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ അഗ്രികൾച്ചർ കൂടുതലായിട്ട് പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഒക്കെ ഉപയോഗിക്കുന്നത് വഴി സോയില്, മണ്ണ് ഒരുപാട് പൊല്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ പിന്നെന്താ, അത്രയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണേ. വായു മലിനീകരണം എന്താണ് വായു മലിനീകരണം? അതായത് എയറിലേക്ക് നമ്മൾ ഇപ്പൊ ഹരിതകർമ്മസേനക്കാർ വരുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നതാണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരുപാട് നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്, എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോൺ പാളിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്ങും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക, ഇൻഡസ്ട്രിയിൽ നിന്നുള്ള, ഇപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്നത് ശരിക്കും എലൂർ FACTയുടെ അടുത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് ശരിക്കും ഒരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെയാണ് ഫാക്ടറിയിൽ നിന്ന് അവിടെ ഈ കമ്പോസ്റ്റ് വേസ്റ്റുകൾ ഇതാക്കുന്നതിന്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ലുള്ള പുകയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു ഏകദേശം ഒരു 8-10 കിലോമീറ്റർ മാറിയാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അതിന്റെ ആ ഒരു എയർ ഇതായിരുന്നു, ഒരു മൂടൽമഞ്ഞ് പോലെ അതും ഈ സ്മെല്ലും നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പറഞ്ഞ എനിക്ക് തന്നെയുണ്ട്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം ന്യൂമോണിയ പോലെ ആയിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ തുമ്മല്, പല പല പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതാണ്. നമുക്ക് പിന്നെ അതൊന്നും അതിനെന്താണ് മാർഗം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറെ ആൾക്കാർക്ക് അതുകൊണ്ട് തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പം പല കാര്യങ്ങളും അതുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് പൊല്യൂട്ടഡ് ആവാതിരിക്കാനുള്ള മാർഗങ്ങളും ചെയ്യണം. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതൊന്ന് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു വീട്ടില് ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ 4 പേരും 4 വാഹനം എടുത്തിട്ട് പുറത്തു പോകുമ്പം അത്രയും എയർ പൊല്യൂട്ടഡ് ആവുകയാണ്. പെട്രോള് വേസ്റ്റ് ആവുന്ന പോലെ തന്നെ നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതലും എയർ പൊല്യൂഷന് കാരണമാകും. മിസ്, അതുപോലെ എയർ പൊല്യൂഷന്റെ നമ്മൾ ഈ അടുത്ത ന്യൂസ് പേപ്പറിൽ വായിച്ച ഒരു ന്യൂസ് ആയിരുന്നു, താജ്മഹലിന്റെ കളറ് പ്യുവർ വൈറ്റിൽ നിന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് പത്രങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. അതിന്റെ മെയിൻ റീസൺ എയർ പൊല്യൂഷൻ ആണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ പൊല്യൂഷന് അധികമായിട്ട് ഒരു ബ്ലൂ അലർട്ട് ഒക്കെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്രമാത്രം പൊല്യൂഷൻ ആണ് ഡൽഹിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആസിഡ് റെയിൻ ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. ആസിഡ് റെയിൻ കാരണം സൾഫർ ഡയോക്സൈഡിന്റെ അളവ് വേണ്ടതിലും 30 ഇരട്ടി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വായിച്ചത്, 30 ഇരട്ടിയോളം സൾഫർ ഡയോക്സൈഡ് ആണ് ഡൽഹിയിലെ എയർ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് താജ്മഹലിന്റെ പ്യുവർ ആ ഒരു വെള്ള കളറ് മാറി ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അതിന് വന്നു തുടങ്ങിയത്. ഈ ഒരു എയർ പൊല്യൂഷൻ കാരണമാണ്, ആസിഡ് റെയിൻ കാരണമാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. Okay, the next question. വായു മലിനീകരണം എങ്ങനെ കുറയ്ക്കാം? വായുമലിനീകരണം കുറയ്ക്കാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ കൊച്ചിയിലൊക്കെ ഉണ്ടാവുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ വണ്ടി ഉണ്ടാവുമ്പോഴത്തെ ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ പരമാവധി ബസ്സോ ട്രെയിനോ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പേര് ഒരു വണ്ടിയിൽ പോകാനായിട്ട് പറ്റും.
അതൊരു കാരണം. പിന്നെ നമുക്കറിയാം കൂടുതലായിട്ട് വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണല്ലോ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ മരം മുറിക്കാതെ നോക്കുക, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മിസ്സേ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ കുറയ്ക്കുക. അതുപോലെ അത് നമുക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാവുന്നില്ല. നമുക്ക് എന്ത് സാധനം നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും. അപ്പൊ നമ്മളത് ഇപ്പൊ അതിന് കൊണ്ടുപോവാൻ ഗ്രാമങ്ങളിൽ വരെ ഈ ആളുകളുള്ള കാരണം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ കത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള അതും ഒരു നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഒരു പരിധി വരെ നമുക്കത് ശ്രദ്ധിക്കാം. വീടുകളിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേറൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത്. ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ മാസം മേടിക്കുമ്പോൾ സാധനങ്ങൾ ഒരുപാട് കവർ ഉണ്ടായിരിക്കും. ആദ്യം വീട് ചെയ്യുന്ന സമയത്ത് നമ്മളത് ആരും കൊണ്ടുപോകാനില്ലാത്ത കാരണം നമ്മളും ഇത് കത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്കാണ് പോയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മളത് കൊടുക്കുകയാണ്. അതുപോലെ പാല്, തൈര് ഇതൊക്കെ നമുക്ക് കഴുകാൻ മടിക്കാതെ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ സേഫ്റ്റി ആണെന്നുള്ളത് വിചാരിച്ച് നമ്മളത് ചെയ്യാം. ചെറിയൊരു കാര്യമാണ്, ഏറ്റവും ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുപോലെ എന്താ പറഞ്ഞില്ലേ, ഇപ്പൊ ഹരിത കർമ്മസേന വരുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അങ്ങനെ പോകുന്നുണ്ട്. അതും ചെയ്യാത്തൊരെന്തെങ്കിലും കത്തിക്കും. അപ്പൊ പണിഷ്മെന്റ് അതിനുണ്ട്. നമ്മൾ അയൽപക്കത്ത് ആരെയും അങ്ങനെ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരാതി കൊടുത്താൽ മതി. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയത്തില് അങ്ങനെ കത്തിച്ചിട്ട് അവർക്ക് എത്ര 25,000 രൂപത്തെ പിഴ വന്നിട്ട് ആ ഓഡിറ്റോറിയം അടച്ചു. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മീൻ വാങ്ങുകയാണെങ്കിൽ ചട്ടി കൊണ്ട് പോവുക. അതേപോലെ തന്നെ പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ ഒരു സഞ്ചി കൊണ്ട് പോവുക. അങ്ങനെ കുറെ കുറയ്ക്കാം നമുക്ക്. പൊല്യൂഷൻ ഏത് തന്നെ ആയാലും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് കൺട്രോൾ ചെയ്യുക ആദ്യം. അതായത് നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള ആ പോളിസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഉള്ള മക്കളെയൊക്കെ നല്ല ബോധവൽക്കരണം നടത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരിക. അവർക്ക് അതായത് മണ്ണ്, വായു എന്നുള്ളതിന്റെയൊക്കെ വാല്യൂ മനസ്സിലാക്കി കൊടുത്ത് വളർത്തുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മേഡം, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പൊ മൃദുല പറഞ്ഞപ്പോ പറയണം തോന്നി. ഇപ്പൊ പൊതുസ്ഥലത്ത് പുകവലിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വായുമലിനീകരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് നമ്മൾ സാധാരണ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമ്മൾ പുകവലിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, പക്ഷെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഗർഭിണികളായാലും ചെറിയ കുട്ടികളായാലും അത് പുകവലിക്കുന്നവരുടെ അടുത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് നമുക്കത് മാറും. അപ്പൊ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയൊരു വായുമലിനീകരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ചിന്തിക്കില്ലല്ലോ, പുരുഷന്മാരല്ലേ കൂടുതൽ വലിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചുകൂടി മലിനീകരണം കുറയ്ക്കാൻ ചാൻസ് ഇല്ലേ? ചാൻസ്. പക്ഷേ ഈ അമ്പിളി പറഞ്ഞ പോലെ പൊതുസ്ഥലത്തെ അത് അത്ര എത്ര പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എല്ലാവരും നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവര് ചെയ്യും. തന്നെ ടെസ്റ്റിലായാലും പുകവലിക്കുന്നതൊക്കെ വേണ്ട കഷ്ടത്തിൽ വെച്ചിട്ടുണ്ടോ? കണ്ടക്ടർ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന ബസ്സിലൊക്കെ ആളുകൾ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. അപ്പോ ആളൊഴിയുമ്പോഴത്തേനും കണ്ടക്ടർ എന്ത് ചെയ്യും? പുകവലിക്കാനായിട്ട് ബാക്കിലോട്ട് പോയി പുകവലിക്കും. പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ടാവും. മാം, അതിന് നമ്മുടെ ഇപ്പൊ ഹെൽമെറ്റ് വെക്കാത്തതിന് ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് MED അതിനൊരു ആക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെയുള്ള ആക്ഷൻസ് അതുപോലെ ഒരു പണിഷ്മെന്റ് നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്ത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും കുറച്ചൊക്കെ ഇപ്പം അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതിന്, സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നതിന് അത്രയും എമൗണ്ട് അങ്ങോട്ട് ഫൈൻ അടക്കേണ്ടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം കുറച്ച് കൂടുതൽ ആൾക്കാർ ബോധവാന്മാരായിട്ടുണ്ട്. പക്ഷെ MBD പോലെ പറ്റത്തില്ലല്ലോ. MBD എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്താൽ മതിയല്ലോ, വണ്ടിയുടെ രജിസ്ട്രേഷൻ. വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അത് പറ്റുന്ന കാര്യമല്ലല്ലോ. അതല്ല, നമുക്ക് ശരിക്കും MBD ആദ്യം കുറച്ചൊരു ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന് പുകവലിക്കെതിരെ അതുപോലെ ഇഷ്ടംപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഈ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ബോധവൽക്കരണം ചെയ്യുക.
അതെ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് തന്നെ മറ്റൊരാൾ. പുരുഷന്മാർക്ക് ബോധവൽക്കരണ ക്ലാസ് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞാലും പുരുഷന്മാര് തന്നെ ഒരു വിധത്തില് അവര് ആണ് ഇതിലും കൂടുതൽ പുകമലിനീകരണം ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല വണ്ടികളും ഈ കറക്റ്റ് സമയത്ത് ഈ എന്താ ഈ പുക പൊല്യൂഷൻ അതൊക്കെ റെഡിയാക്കാതൊക്കെ മിക്കവാറും വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ഇതൊക്കെ അതും ഒരു പുരുഷന്മാരാണ് അതിനും കാരണം, ഈ പുകവലിയുടെയും കാരണം പുരുഷൻ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ. Overall changes. Environment pollution means air, water and land become dirty. എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറും വാട്ടറും അതുപോലെ തന്നെ ലാൻഡും എല്ലാം മലിനമാകുന്നതിനെയാണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് പലതരത്തിലാണ്: എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും പ്രകൃതിയെയും ഹാനികരമായി ബാധിക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷ വായുവിൽ കടന്നുകൂടുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, വാഹനങ്ങളിലെ പുകയും പൊടിപടലങ്ങളും, അതുപോലെ തന്നെ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം, വനനശീകരണം, അതുപോലെ തന്നെ മാലിന്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാതിരിക്കുന്നതും, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇതെല്ലാം വായുവിൽ കടന്നുകൂടുന്നത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയെ ബാധിക്കുന്നു, വിസിബിലിറ്റിയെ ബാധിക്കുന്നു, അതുപോലെ തന്നെ കൃഷിയെയും മനുഷ്യനെയും ഭൂമിയുടെ ആവരണമായിട്ട് കരുതപ്പെടുന്ന ഓസോൺ പാളിയെല്ലാം ഇത് ബാധിക്കുന്നു. പിന്നെ അടുത്തത് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഭൂമി മലിനീകരണം. പുരാതന കാലം മുതൽ ഭൂമിയെ അമ്മയായും ദേവിയായും ഒക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയാണ് നമുക്ക് ഫുഡും ഷെൽട്ടറും വാട്ടറും അതുപോലെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. ലാൻഡ് പൊല്യൂഷന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഓവർ പോപ്പുലേഷൻ ആണ് ഒന്നാമത്തെ കാരണം. അതുപോലെ തന്നെ വനനശീകരണവും കീടനാശിനികളുടെയും കെമിക്കൽസിന്റെയൊക്കെ അമിതമായ ഉപയോഗവും. ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് കൃഷിഭൂമിയിൽ ഉണ്ടാകുന്ന കുറവാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയുന്നു. മണ്ണ് മലിനീകരണം അന്തരീക്ഷത്തിന്റെ ഘടനയെ തകിടം മറിക്കും. Every kind of pollution leaves a huge negative impact on our environment. Human lives, animals, we as responsible citizens must take steps towards a better tomorrow. Thank you, ma'am. Thank you, everyone. എങ്ങനെയായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പിലെ സെമിനാർ? നന്നായിരുന്നു അല്ലേ? നന്നായിരുന്നു. അപ്പൊ നിങ്ങളുടെ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പില് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഗ്രൂപ്പ്. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഇൻട്രൊഡക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ. സൗണ്ട് പൊല്യൂഷനെ കുറിച്ച് എടുക്കുമ്പോഴാണ് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ഇപ്പൊ ചെയ്യാം മാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ, തുടങ്ങിക്കോളൂ. ഇൻട്രൊഡക്ഷൻ തൊട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം, ഞാനായിരുന്നു തുടങ്ങിയതായിരുന്നു. നല്ല ഒന്നും കൂടെ പറയാം. Good afternoon to all. First of all, thank you so much for giving me this opportunity and welcome to all. Welcome ma'am. The Man and Environment എന്ന ചാപ്റ്ററിലെ സൗണ്ട് പൊല്യൂഷൻ ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന രണ്ട് ടോപ്പിക്കാണ് ഗ്രൂപ്പ് 3 ആയ ഞങ്ങൾ ഈ സെമിനാറിൽ അവതരിപ്പിക്കുന്നത്. Pollution is the big problem. If it affects our life very badly, there are many types of pollution and very important 2 types of pollution: noise pollution, അഥവാ sound pollution, and second one radiation pollution.
Noise pollution is a condition where there is disturbing sound noise. നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശബ്ദമലിനീകരണം അഥവാ നോയ്സ് പൊല്യൂഷൻ. നോയ്സിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് നോയ്സ് എന്ന വാക്കുണ്ടായത്. അസുഖകരമായ ശബ്ദം സൃഷ്ടിക്കുക എന്നതാണ് ഈ വാക്കിനർത്ഥം. പലതരത്തിലുള്ള അമിതമായ ശബ്ദം നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പൊല്യൂഷനാണ് റേഡിയേഷൻ പൊല്യൂഷൻ എന്നത്. ഇത് റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നറിയപ്പെടുന്നു. ഇത് ഖരദ്രാവകവാതങ്ങളിൽ രൂപപ്പെടുന്നതാണ്. സൗണ്ട് പൊല്യൂഷനെ കുറിച്ചും റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്നിവിടെ ഈ സെമിനാറിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി അമ്പിളി, ആരതി, ശ്രുതി, ഇന്ദു എന്നിവരെ വെൽക്കം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ സെമിനാറിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ മാം, സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സൗണ്ട് പൊല്യൂഷൻ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ സൗണ്ട്സ് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചെറിയ കുട്ടികൾക്ക് ചെറിയ സൗണ്ട്സ് ആയിരിക്കും, വലിയ തീരെ പറ്റാത്ത സൗണ്ട്സ് ആയിരിക്കും. ചെറിയ ചെറിയ കുഞ്ഞു മക്കൾക്ക് ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴും അവർക്ക് അത് പേടി ഉണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കുറെ നമ്മൾ കാണാറുണ്ടായിരുന്നു. ഇത് സൗണ്ട് പൊല്യൂഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബിൾസ് DB എന്ന് വെച്ചിട്ട് ഇൻഡസ്ട്രി ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ സൗണ്ട് പൊല്യൂഷനെ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, എൻവിറോൺമെന്റ് നോയ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ നോയ്സ്. അതുപോലെ നമ്മൾ സൗണ്ട് പൊല്യൂഷനിൽ മാക്സിമം ഒരു 5 സ്റ്റെപ്സ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെസിബിൾസ് വെച്ചിട്ട് ഫെയ്ഡ്, അതായത് നമുക്ക് ഒന്ന് ചെറിയ സൗണ്ട്സ് മാത്രം കേൾക്കുന്നത് 10 to 40 dB. നമ്മൾ അനങ്ങണത്, നമ്മൾ കുഞ്ഞുമക്കളെ സംസാരിക്കുന്ന ചെറിയ ചെറിയ സൗണ്ട്സ്. പിന്നെ മോഡറേറ്റ് ആയിട്ട് 60 to 50, അത് വന്നിട്ട് വലിയവര് സംസാരിക്കുമ്പോൾ പിന്നെ മഴ പെയ്യുന്ന സൗണ്ട്. അതേപോലെ കാറിന്റെ സൗണ്ട് 70 ആണ്, ലൗഡ് ആണത്. നമ്മൾ വിചാരിക്കും കാറിന്റെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ വലിയ ഇതില്ല, പക്ഷെ അത് ലൗഡായിട്ടാണ് ഈ DBയിൽ അവർ മെഷർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വെരി ലൗഡിൽ വരുന്നത് ഹെയർ ഡ്രയർ. നോർമലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ടാവും. അത് പ്രത്യേകിച്ച് ഈ സീസൺസിൽ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നല്ല സൗണ്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഫയർ ക്രാക്സ്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ജെറ്റ് എൻജിൻസ്, ഇതൊക്കെ വന്നിട്ട് എക്സ്ട്രീം ലൗഡ്സ്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കേൾക്കില്ല, പക്ഷെ കേൾക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്സിനെ കൂട്ടും. അതേപോലെ ഒരുപാട് വയസ്സായവർക്ക് അതൊന്നും കേട്ട് നിൽക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അവിടെ പ്രഗ്നന്റ് ലേഡീസ്, ഫെസ്റ്റിവൽസിലൊക്കെ മാക്സിമം പ്രഗ്നന്റ് ലേഡീസിനെയും അറ്റാക്ക് ഉള്ള പേഴ്സൺസിനെ ഒന്നും പോണ്ടെന്ന് പറയും. എന്താ വെച്ചാൽ ലാസ്റ്റ് അവർ പൊട്ടിക്കുന്ന പടക്കങ്ങളും വെടിക്കെട്ട്, എനിക്ക് കറക്റ്റ് പ്രോപ്പർ വേർഡ് കിട്ടിയില്ല, വെടിക്കെട്ടൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അവിടെ എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ളത് കൊണ്ടാണ് അവിടെ മാക്സിമം ഒഴിവാക്കാൻ പറയാം പ്രഗ്നന്റ് ലേഡീസിൻസ് ഒക്കെ. പിന്നെ ട്രാൻസ്പോർട്ട് നോയ്സ് മാക്സിമം നമ്മൾ ട്രാൻസ്പോർട്ട് ട്രാഫിക്സിലാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും മുന്നിൽ പോകാനുള്ള തിരക്കുകൊണ്ട് ട്രാഫിക് സിഗ്നൽസ് കഴിയുമ്പോഴേക്കും ഹോർൺ അടിക്കാൻ തുടങ്ങും. അത് ഫ്രണ്ടിലുള്ളവർക്ക് എത്രത്തോളം ഇറിറ്റേഷൻസ് ഉണ്ടാക്കും എന്നുള്ളത് ആരും തിങ്ക് ചെയ്യാറില്ല. അതാണ് അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഓൾഡർ പീപ്പിൾസ്, വയസ്സായവർക്കൊക്കെ ഒരുപാട് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതേപോലെ തലവേദന, ഹൈപ്പർ ടെൻഷൻസിലേക്കൊക്കെ പോകാറുണ്ട്. നെക്സ്റ്റ് നെയ്ബർഹുഡ് നോയ്സ്. ഇതിലെല്ലാവരും ഏകദേശം തമിഴ് സിനിമ എന്തിരൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ അതിലാണ് നോയ്സ് പൊല്യൂഷൻ, നെയ്ബർഹുഡ് നോയ്സ് നമുക്ക് കാണാൻ പറ്റും ഒരു സീനിൽ. തൊട്ടടുത്ത് ഓൾഡ് ഏജ് പീപ്പിൾസിന്റെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് തന്നെയാണ് അമ്പലത്തിന്റെ ഫെസ്റ്റിവൽസ് അവർ അതിൽ നടത്താറുണ്ട്. വലിയ ലൗഡ് സ്പീക്കേഴ്സും ഒക്കെ വെച്ചിട്ട് നടത്തുമ്പോൾ ആ സൗണ്ട് അവർക്ക് പറ്റാണ്ട് ഹെഡ് ഏക്ക്, ഹാർട്ട് പെയിൻ, ഒരുപാട് ഒരു ഫ്യൂ സെക്കൻഡ്സിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. ഞാനത് ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ് ഇവിടെ എന്തിരൻ സിനിമ. അത് പെട്ടെന്ന് എല്ലാവർക്കും ആവും. അതിപ്പോ ഇൻഡസ്ട്രിയൽ നോയ്സ് വന്നിട്ട് കൂടുതലും ഞാൻ തന്നെ സ്വയം ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ മോസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് തിരുപ്പൂരാണ്. എന്റെ വീട് ചുറ്റുമുള്ളത് ഇൻഡസ്ട്രീസ് ആണ്. ബാക്കിലും ഇൻഡസ്ട്രിയാണ്, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ ഇൻഡസ്ട്രീസ് ആണ്. അവർ ഈ ലാസ്റ്റ് ടൈംസിലൊക്കെ ബെൽ റിംഗ് ചെയ്യും. അത് ഏകദേശം നമുക്കൊരു 2-3 സ്ട്രീറ്റ്സ് അപ്പുറം കേൾക്കാൻ പറ്റും. അതേപോലെ മെഷീനറി എക്യുപ്മെന്റ്സിന്റെ സൗണ്ട്സ്, അത് നല്ല സൗണ്ട് ആയിരിക്കും. എന്താ പറയുക, പടപടപടപടാന്നുള്ള ഒരു സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും നമുക്ക് ആ സമയത്ത് കേൾക്കുമ്പോഴൊക്കെ. അത് നമുക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്
പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തന്നെയാണ് ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടും. അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ. പിന്നെ കോസസ് ആൻഡ് സോഴ്സ് ഓഫ് നോയിസ് പൊല്യൂഷൻ. ഇതിൽ മാക്സിമം മാം ഇത് എത്ര തന്നെ ടോപ്പിക്സ് സെപ്പറേറ്റ് സ്റ്റെപ്സ് എഴുതിയാലും ഇതിൽ പ്രിവെന്റ് ചെയ്ത് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, വെഹിക്കിൾസ്. ഇതാണ് സൗണ്ട് പൊല്യൂഷന് കൂടുതലും ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങൾ. ഇൻഡസ്ട്രിയലൈസേഷൻസ് നമുക്ക് മാക്സിമം കുറയ്ക്കാം, പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് അറിയില്ല. അതേപോലെ വെഹിക്കിൾസിന്റെ സൗണ്ട്സ് വന്നിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതോറും വെഹിക്കിൾസിന്റെ സൗണ്ട്സ് ഇതാവും. ഒരുപാട് പഴയ വണ്ടികൾ ചിലർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് റോട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൗണ്ടിൽ പോകുമ്പോൾ നമുക്ക് ഹിയറിംഗ് അടുത്ത് നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കുറെ പേരൊക്കെ ഉണ്ട് ബൈക്കിൽ. എന്റെ മാൻ പറയുന്നത് സൂന്ന് പോയി മാന്ന് പറയും. അതുപോലെയൊക്കെ പോണ സമയത്തൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ഇറിറ്റേഷൻ ഫീലിംഗ് ഉണ്ടാവും. പിന്നെ എഞ്ചിനൊക്കെ പ്രോബ്ലംസ് ആയ വണ്ടികളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ സൗണ്ട്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ ഈവൻസ്, അതായത് വെഡിങ്, കല്യാണം നമ്മൾ വെക്കും, പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആവാണ്ടിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുക. അതിലും കുറെ സൗണ്ട്സ് ഒക്കെ അൺവാണ്ടഡ് സൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ വരും. പിന്നെ പബ്ലിക് ഗ്യാതറിങ്, നിറയെ പേര് കൂടുന്ന സ്ഥലത്തും നമുക്ക് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും എന്താ പറയാ, ഈ പോളിറ്റിക്സിന് കറക്റ്റ് വേർഡ് കിട്ടി, ആ ഗ്യാതറിംഗ് ഉള്ള പ്ലേസസിൽ ലൗഡ് സ്പീക്കേഴ്സും മൈക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ സൗണ്ട് പൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് ക്രിയേറ്റ് ആവാറുണ്ട്. അതേപോലെ നമ്മൾ ഈ മെട്രോ സിറ്റീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെന്നൈ, എനിക്കറിയുന്നത് ഈ വീക്ക്ലി വൺസ് കോമൺ പ്ലേസിൽ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ലൗഡ്സ് നല്ല സൗണ്ട്സിലൊക്കെ എല്ലാവരും കൂടി ഗ്യാദർ ഒരു കോമൺ ആയിട്ടൊക്കെ ഇതായിട്ട് ഡാൻസും മ്യൂസിക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ. അത് ശരിക്കുള്ള ഒരു സൗണ്ട് പൊല്യൂഷൻ തന്നെയാണ്. അത് നമുക്ക് അപ്പം എൻജോയ് ചെയ്യും, പക്ഷെ നമ്മൾക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യാറും ഉണ്ട് ആ സൗണ്ട് പൊല്യൂഷൻസ്. പിന്നെ കൺസ്ട്രക്ഷൻ, നമുക്കിപ്പോ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു ബിൽഡിംഗ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന സൗണ്ട്സ്. അതേപോലെ മൈനിങ്, നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ആവുമ്പോൾ മൈനിങ്ങും ഒരു സൗണ്ട് പൊല്യൂഷൻ തന്നെയാണ്. അവിടെ ഉണ്ടാക്കുന്ന ബ്ലാസ്റ്റ് അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ നമുക്ക് സൗണ്ട് പൊല്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നോയിസ് പൊല്യൂഷന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞാൽ അൺനെസസറി യൂസേജ് ഓഫ് ഹോൺസ്. ഈ ട്രാഫിക്സിൽ അൺനെസസറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോൺസിനാണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. യൂസിങ് ലൗഡ് സ്പീക്കേഴ്സ് എയ്തർ ഫോർ റിലീജിയൻസ് ഫംഗ്ഷൻ ഫോർ ആർ പൊളിറ്റിക് പർപ്പസ്. അൺനെസസറി യൂസസ് ഓഫ് ഫയർ വർക്സ്, നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്. ദീപാവലി സമയത്ത് ഏകദേശം ഒരു വീട്ടില്, ഞാൻ അവിടെ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു വീട്ടില് 10,000 രൂപയ്ക്ക് ഞങ്ങൾ പടക്കം പൊട്ടിക്കുക. ചെറിയ എമൗണ്ട് അല്ല, 10,000 റുപ്പീസിനൊക്കെ പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ടൈം ലിമിറ്റ് ഉണ്ട്. 10 o'clock അപ്പുറം പടക്കം പൊട്ടിക്കാൻ പാടില്ല, ഹെവി സൗണ്ട്സ് ഉള്ളത് പൊട്ടിക്കാൻ പാടില്ല. ആ സൗണ്ട്സ് ഒക്കെ നമുക്ക് നല്ല സൗണ്ട്സ് ഇതായിരിക്കും. അത് എയർ പൊല്യൂഷനും ക്രിയേറ്റ് ചെയ്യാറുണ്ട്, സൗണ്ട് പൊല്യൂഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ക്രാക്സ്. ഇൻഡസ്ട്രിയൽ നോയ്സ്, കൺസ്ട്രക്ഷൻ നോയ്സ്, നോയ്സ് ഫ്രം ട്രാൻസ്പോർട്ടേഷൻ സച്ച് ആസ് റെയിൽവേ ആൻഡ് എയർക്രാഫ്റ്റ്. ഈ ട്രെയിൻ പോണ സൗണ്ട് നല്ല പോലെ എഫക്ട് ചെയ്യും. അതിന്റെ സൗണ്ട് റെയിൽവേ ട്രാക്കിന്റെ അടുത്തിരിക്കുന്നവർക്ക് അത് നല്ല പോലെ അറിയാമോ. അത് നമുക്ക് മൂവ് ആകുമ്പോഴേക്കും നമ്മുടെ വീട് അടക്കം നമുക്ക് നല്ല വൈബ്രേറ്റിംഗ് ഒക്കെ ഫീലിംഗ് ചെയ്യാറുണ്ടാവും ചില സമയത്തൊക്കെ. അതേപോലെ എയർക്രാഫ്റ്റ്, ഫ്ലൈറ്റ് ലാൻഡ് ആകുന്ന സമയത്തും നല്ല സൗണ്ട് ആയിരിക്കും. എഫക്ട് ഓഫ് നോയിസ് പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ നോയിസ് പൊല്യൂഷൻ കൊണ്ട് നമ്മൾ ഹ്യൂമൻ ഹെൽത്തിന് എന്തൊക്കെ എഫക്ട് ചെയ്യുക? ഹൈപ്പർ ടെൻഷൻ, ഹിയറിംഗ് ലോസ്. ഓവർ സൗണ്ട് ആകുമ്പോൾ നമ്മുടെ ഹിയറിംഗ് ലോസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഈ ചെവിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോന്നും ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആയിരിക്കും. അത് ഓവർ സൗണ്ട്സ് ആകുമ്പോൾ അതിനുള്ള ചെറിയ ചെറിയ കേടുപാടുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഹിയറിംഗ് ലോസും വരാറുണ്ട്. സ്ലീപ്പിംഗ് ഡിസോർഡർ, ഒരുപാട് നമ്മൾ ടെൻഷൻ ആവും, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട്സ് ഒരുപാട് കേൾക്കുമ്പോൾ നമ്മളെ ഉറക്കം പോകാറുണ്ട്. ആ ഉറക്കം പോയാൽ തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ബോഡീനെ അത് എഫക്ട് ചെയ്യും. അതേപോലെ കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ്, ഞാൻ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് അറ്റാക്സ് വരാൻ ചാൻസസ് ഉണ്ട് അവിടെ. പ്രിവെൻഷൻ ഓഫ് നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നത് വേറെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിൽ മാത്രമാണ് ഉള്ളത്. കിട്ടിയ എവിടെ ചുമരിൽ ആണിയടിക്കുക, ചെറിയ ചെറിയ സൗണ്ട്സ് ആണെങ്കിലും അത് ചിലവർക്ക് പറ്റില്ല. പിന്നെ അതേപോലെ ഹോസ്പിറ്റലിൽ കൂടുതൽ പേഷ്യൻസ് ഉള്ള സ്ഥലങ്ങളിൽ
ഹൂക്ക് ചെയ്യാനുള്ള ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ നമ്മൾ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, മേലെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണെങ്കിലും അതും നമ്മുടെ സൗണ്ട് പൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പറയാറ്. അതേപോലെ in commercial hospitals and industrial buildings, adequate soundproof system should be installed. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഇതിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതേപോലെ ഇൻഡസ്ട്രിയൽസ് ബിൽഡിങ്ങിലൊക്കെ സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഇൻസ്ട്രുമെന്റ് അവർ ഫിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു വിധം നമുക്ക് ആ സൗണ്ട്സിനെ കൺട്രോളിൽ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ അവർ ഇതിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പൂരം, പിന്നെ ഇങ്ങനത്തെ ഉത്സവങ്ങള് ടൈം ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴൊക്കെ. ഐ തിങ്ക് 10 o'clock. ആ 10 o'clockനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഏകദേശം സൗണ്ട് പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. ഐ തിങ്ക് ഐ ടേക്ക് ഇറ്റ് ബെറ്റർ. അതുപോലെ തന്നെ ഈ സൗണ്ട് പൊല്യൂഷന്റെ പറഞ്ഞപ്പോ ചില ഈ ആൺപിള്ളേരൊക്കെ ഇല്ലേ, ബുള്ളറ്റൊക്കെ ഈ ചില പെൺപിള്ളേരൊക്കെ കാണും, ആ സൗണ്ട് നമുക്ക് പടപടപടാന്നുണ്ടാവും. എനിക്ക് ഈ വണ്ടിന്റെ സൗണ്ട് ഒക്കെ എന്റെ മോൻ പറഞ്ഞുതരും. ഓരോ വണ്ടിന്റെ സൗണ്ട് ഇങ്ങനെയാണ്. അവൻ ആ സൗണ്ട് നമുക്ക് അടുത്തുനിന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ കുറച്ച് നീങ്ങി ഇരുന്നിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ അറിയാണ്ട് കൂടും. ചിലവരൊക്കെ അടുത്ത് വരും, നമ്മൾ ചിലപ്പോ നടന്നു പോകുന്നുണ്ടാവുള്ളൂ, അപ്പൊ അതിന്റെ അടുത്ത് വന്നിരുന്നതിനെ കടകടാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ചില ആൺപിള്ളേരുടെ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ എന്താണ് കുട്ടീനെയൊക്കെ തൊട്ടിലൊക്കെ ഉറക്കി കെട്ടിയിട്ടുണ്ടെങ്കിലേ ആ സൗണ്ട് കേട്ട് അവര് നെട്ടി ഉണരാറുണ്ട്. സെയിൽ ചെയ്യാൻ വേണ്ടി വരില്ലേ മാം? എന്താണ് ശ്രുതി എന്താ പറഞ്ഞത്? ക്ലിയർ ആയി. സ്ട്രീറ്റ്സിലൊക്കെ നമ്മുടെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു പച്ചക്കറി അതൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വരുന്ന അവരുടെ സൗണ്ട് നല്ല സൗണ്ട് ആയിരിക്കും. ചിലപ്പോ അവര് സ്പീക്കറിലൊക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും അവര് വരിക. അപ്പൊ അവര് പറഞ്ഞ പോലെ, സബീന പറഞ്ഞ പോലെ, കുട്ടി ഉറങ്ങി കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ, ഓൺ സ്പോട്ട് ആ സൗണ്ട് കേട്ട് ഞെട്ടി എണീക്കും. എന്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ അപ്പൊ ഞെട്ടിയത്. നായ്ക്കള് കുരയ്ക്കുന്ന സൗണ്ടും ഹെവി സൗണ്ട് ആവുമ്പോഴും കുട്ടികൾക്ക് പേടിയുണ്ടാവും. അതുപോലെ തന്നെ മീൻ വണ്ടിയുടെ ഇതും ഭയങ്കര സൗണ്ടാ. മീൻ അതെ അതെ അതെ. ഇപ്പൊ പിന്നെ മീനിനകത്ത് ഇപ്പൊ ഈ സ്പീക്കർ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് വായും കൊണ്ട് വിളിച്ച് പറയണ്ട, ഈ സ്പീക്കറിനകത്ത് ഇങ്ങനെ കൂയി കൂയി നടക്കെ. അതുപോലെ തന്നെ പണ്ട് കല്യാണങ്ങളിലൊക്കെ ജനറേറ്റർ കറണ്ട് പോകുമ്പോഴും വലിയ വലിയ പരിപാടികൾക്ക്. ഇപ്പൊ പിന്നെ ഏതായാലും എന്തുവായിരുന്നു കണ്ടുപിടിച്ച് മറ്റേ കറണ്ട് പോകുമ്പോ എന്തായിരുന്നു അതിന്റെ പേര്? ഇൻവെർട്ടർ വന്നതോടുകൂടി പിന്നെ ആ വലിയ ഒരു ബഹളം ഇല്ല. മറ്റേതൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നോക്കുമ്പോൾ കല്യാണം എങ്ങനെ പോകുമ്പോൾ ഈ ജനറേറ്റർ അല്ലേ ഓൺ ചെയ്യുന്നത്. എന്തോ സൗണ്ടാ, മനുഷ്യൻ തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സൗണ്ടാ. ഇൻവെർട്ടർ കണ്ടുപിടിച്ചതോടുകൂടി അതിനൊക്കെ കുറച്ച് ആശ്വാസങ്ങളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല മാം, ഇൻഡസ്ട്രിയൽസിൽ ഇനിയും അവിടെ ജനറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ഈ ഇൻവെർട്ടർ കൊണ്ട് പറ്റില്ല. കൂടുതൽ മെഷീൻസ് അവർ യൂസ് ചെയ്യുമ്പോൾ ഈ ജനറേറ്റർ തന്നെയാണ് ഇനി യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മന്ത്ലി വൺസ് പവർ കട്ട് ഉണ്ട്. അപ്പൊ ഈ കേൾക്കുന്നത് ഈ ജനറേറ്റർ സൗണ്ട് ആയിരിക്കും. ഇപ്പോ റേഡിയേഷൻ പൊല്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ സൈൻ ഔട്ട് ആരാ? സൈൻ ഔട്ട് ആരാ? ഇല്ല ഞാനാ മിസ്സേ സൈൻ ഔട്ട്. പറയട്ടെ? പറഞ്ഞോളൂ. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് 2 ക്ലാസ്സിലായിട്ട് മാൻ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് സെമിനാർ എടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പും കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. അപ്പം അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ എയർ പൊല്യൂഷനെ കുറിച്ചും ലാൻഡ് പൊല്യൂഷനെ കുറിച്ചും എൻവയോൺമെൻറ്റ് പൊല്യൂഷനെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് 3rd ഗ്രൂപ്പ് തുടങ്ങി വെച്ചു. ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പോൾ സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ച് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ മിസ്സിനും താങ്ക്സ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് അത് നിങ്ങൾ എടുക്കോ? 3rd ഗ്രൂപ്പ് ആണോ എടുക്കുന്നത്? അത് 4th ഗ്രൂപ്പാണ്. 4th ഗ്രൂപ്പ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ, ഡൗട്ട് വന്നിട്ടാണ്. ഓക്കെ, അപ്പൊ 4th ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? 4th ഗ്രൂപ്പില് മൃദുല, സാബിറ,
സോഫിയ, ദീപ്തി, മാം സബീന ഒന്നിനും ആടായില്ല മാം. അന്ന് ഞാനത് ഒന്നിനും എനിക്ക് പറ്റിയില്ല. അത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ കയറി, പക്ഷെ എനിക്ക് അന്ന് ആ ഗ്രൂപ്പിന്റെ ഡിസ്കഷൻ അന്ന് അതിനകത്ത് പറ്റിയില്ല. എന്റെ കുഴപ്പമാണ്, പറ്റിയില്ല. ആഡ് ചെയ്യാൻ പറ്റുമോ ഇനി ലാസ്റ്റ് ഗ്രൂപ്പിലും? ലാസ്റ്റ് ഗ്രൂപ്പിലാണ് മാം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ലാസ്റ്റ് ഗ്രൂപ്പിലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വന്നാൽ നമ്മുടെ ടോപ്പിക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുഴപ്പമില്ല മാം. എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഈ ചാപ്റ്റർ ഒരുമാതിരി ഓക്കെ ആയിട്ടുണ്ടല്ല. എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ ഞാൻ ആളാണ്. വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ തന്നാ മതി. ശരിക്കും സബീനയ്ക്കും തരാം. മാം ഈ മാസം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് 24-ാം തീയതി കേറ്ററ്റിന്റെ എക്സാമാ. ഞാൻ അതിന്റെ പ്രിപ്പറേഷനിൽ ഇങ്ങനെ വട്ട പിടിച്ച് നടക്കുക. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം. റിസൾട്ട് വരുമ്പോ ജയിച്ചാല് ചെലവുണ്ട്. കോൺവെക്കേഷൻ വരുമ്പോ ചെലവുണ്ട്. ജയിക്കാൻ പ്രാർത്ഥിക്കുക. ഭയങ്കര പാടാമ്മ. ഹിന്ദിയാണ്. ഹിന്ദിയാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.